ഹലോ കൂട്ടുകാരെ, ദേവൂസ് വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചപ്പാത്തിയുടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കോളിഫ്ലവർ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നന്നായി വൃത്തിക്ക് കോളിഫ്ലവർ കഴുകിയെടുക്കണേ. ഞാൻ അതിന് വേണ്ട സാധനങ്ങൾ: സവോള ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഇഞ്ചി ചതച്ചെടുത്തത്, പച്ചമുളക് ഞാൻ 2 എടുത്തിട്ടുണ്ടേ, പിന്നെ തക്കാളി ഞാൻ എടുത്തേക്കുന്നത്, അതും ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ടേ. ഇനി നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങ് ഒരെണ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അത് വേവിച്ച് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാവേ. ഇപ്പം എണ്ണ ചൂടായി വന്നിട്ടുണ്ട്, കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ടേ. ഇനി നമുക്ക് കടുക് പൊട്ടി കഴിയുമ്പോഴത്തേനും ചെറുതായിട്ട് അരിഞ്ഞു വെച്ച് സവോള എണ്ണയ്ക്കകത്ത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാവേ. സവോള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതായത് അത് ഒരു ഗോൾഡൻ കളർ വരുന്ന ആ ഒരു ടൈം വരെ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റണേ. കരിഞ്ഞു പോകാൻ പാടില്ല. ആ ഒരു ടൈം വരെ ഒന്ന് നമ്മൾ വഴറ്റിയെടുക്കണം. പിന്നെ ഈ കോളിഫ്ലവർ കറി വെക്കാനായിട്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ വൃത്തിയാക്കുമ്പോൾ മഞ്ഞൾപ്പൊടിക്കകത്ത് ഉപ്പ് വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് കഴുകിയെടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഇനി നമ്മൾ അതിനകത്തോട്ട് ചതച്ച് വെച്ച് ഇഞ്ചിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടേ. അത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഏകദേശം അതൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ട് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് വഴറ്റിയെടുക്കാം. തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. അപ്പം അത് നന്നായിട്ട് ഒരു ഉടഞ്ഞു വരുന്ന രീതിയിൽ നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോഴത്തേക്കും നമുക്ക് ആ കറിക്ക് കൂടുതൽ ടേസ്റ്റ് കൂടാനായിട്ട് സഹായിക്കും അങ്ങനെ ഇട്ട് കഴിയുമ്പോഴേ. അപ്പോൾ ഏകദേശം നമുക്കത് നന്നായിട്ട് വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഞാൻ അതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാവേ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ മസാലയെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ടേ. അപ്പോൾ അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇട്ട് കൊടുക്കാവേ. ഇനി നമുക്ക് ആ മസാല എല്ലാ കോളിഫ്ലവറിൽ പിടിക്കുന്ന രീതിയിൽ മൊത്തം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലായിടത്തും നല്ല രീതിയിൽ അത് മസാല പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തട്ടിപ്പൊത്തി മൂടി വെക്കാം. ഒരു 5 മിനിറ്റത്തേന് മൂടി വെക്കാം. ഇപ്പോൾ അത് ഏകദേശം ഒരു പകുതി വെന്തിട്ടുണ്ട്, പകുതി നമുക്ക് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമ്മൾ നേരത്തെ വേവിച്ച് ഉടച്ച് വെച്ചിരുന്ന ഉരുളക്കിഴങ്ങില്ലേ, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് കുറച്ച് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാവേ. ചൂടുവെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കണം. നമ്മുടെ ആവശ്യത്തിന് എന്തായാലും ഗ്രേവി എത്ര വേണ്ടത് അതനുസരിച്ച് നമുക്ക് ഈ ഒരു ടൈമിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ചൂടുവെള്ളം തന്നെ ഒഴിക്കണേ. ഇനി നമുക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാവേ. ആവശ്യത്തിന് ഉപ്പ് ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമുക്ക് അതിലൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് കൂടെ ഒന്ന് വേവിക്കാം. ആ കറിവേപ്പിലയുടെ ഫ്ലേവറൊക്കെ അതിലോട്ടൊന്ന് ഇറങ്ങട്ടെ. അപ്പോൾ നമ്മുടെ കറി നല്ല റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ചപ്പാത്തിയുടെയും ചോറിൻ്റെയും കൂടെയൊക്കെ നല്ല സൂപ്പറാണ്. നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. എല്ലാവരും വീഡിയോ കണ്ടിട്ട് ലൈക്കൊക്കെ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല സിമ്പിളായിട്ട് വേഗം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു കോളിഫ്ലവർ കറിയാണ്. അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം കേട്ടോ. അതുവരേക്കും ബൈ ബൈ.